നമസ്കാരം. മേപ്പാടി ദുരന്ത മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നീക്കം തടഞ്ഞ ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരന്ത പ്രദേശങ്ങളിൽ എത്തുകയുണ്ടായി. അദ്ദേഹം ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളെയും അതേപോലെ ദുരന്ത മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ബെയിലി പാലം കഴിഞ്ഞ് മുകളിലേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് അദ്ദേഹത്തെ അയക്കാൻ തയ്യാറായില്ല. കാരണം ആ ഭാഗത്ത് നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് വലിയ തടസ്സമായി തീരും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തടഞ്ഞത്. അദ്ദേഹവും അത് ഏറ്റെടുത്തുകൊണ്ട് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ തയ്യാറായില്ല. എന്നാൽ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ വിഷമങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. മുണ്ടക്കൈ ഭാഗത്ത് പൂർണ്ണമായും വീടുകൾ നശിച്ച വിവരം അദ്ദേഹം മനസ്സിലാക്കി. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒലിച്ചു പോയതായിട്ടും അദ്ദേഹം മനസ്സിലാക്കുകയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വേഗതയിൽ കാര്യങ്ങൾ നീക്കണമെന്ന് സൈന്യത്തോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ചൂരൽമല ഭാഗത്ത് നടന്നിട്ടുള്ള ഭീകരമായ രംഗങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് കാണുകയാണ്. എന്നാൽ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന് പോകാൻ പറ്റാതിരുന്നത്. അതിന് കാരണം ആ ഭാഗത്തേക്കുള്ള പ്രവർത്തനങ്ങൾ വളരെ അതിസങ്കീർണമായിട്ടാണ് നടക്കുന്നത്. അവിടെ ഇതുവരെ ശരിക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. അവിടെയുള്ള ഏകദേശം 99% വീടുകളും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം അവിടെയുള്ള മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളും മരങ്ങളും എല്ലാം ഒരേപോലെ ഒലിച്ചുപോയി. ആ ഒലിച്ചു പോയതെല്ലാം ചാലിയാർ പുഴ കടന്ന് ചിലപ്പോൾ കടലിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. അവിടെ ഇനി അവശേഷിക്കുന്ന ആളുകൾക്കുള്ള ദുരിതാശ്വാസപരമായ കാര്യങ്ങൾക്ക് കൃത്യമായ നടപടികൾ വേണമെന്ന് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയുണ്ടായി. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധിയും വരാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇന്ന് നടന്നത്. എന്നാൽ ഇതറിഞ്ഞ് രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നത് മനസ്സിലാക്കി പിണറായി വിജയൻ ഇന്ന് അവിടെ എത്തുകയും അദ്ദേഹം ക്യാമ്പുകളിലേക്ക് പത്രക്കാർക്ക് അടക്കാൻ പാടില്ല, അവിടെ സ്വകാര്യത അവർക്ക് നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ക്യാമ്പുകളിലെല്ലാം പത്രക്കാർ കയറുന്നത് എന്തെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ ധാരാളം വിഷമങ്ങൾ അനുഭവിക്കുന്ന, അവിടെയുള്ള ദുരിതങ്ങൾ ഒപ്പിയെടുക്കാനും അത് പുറം ലോകം അറിയാനും അത് പരിഹരിക്കാനുമാണ്. എന്നാൽ പിണറായി വിജയൻ വന്ന ശേഷം ആദ്യം ചെയ്ത് പത്രക്കാരെ ക്യാമ്പുകളിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം അവിടെ കൊടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും രാഹുൽ ഗാന്ധി വരുന്ന അതേ സന്ദർഭത്തിൽ ഇത്ര വേഗത്തിൽ ഓടിയെത്തേണ്ട ഒരാവശ്യം പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5 മണിക്ക് പത്രസമ്മേളനം നടത്തുകയായിരുന്നു. ശരിക്കും ആദ്യ ദിവസം തന്നെ പിണറായി വിജയൻ ഇവിടെ എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് റെസ്ക്യൂ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലും അദ്ദേഹം സഹായിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്ത് പേരിലാണോ അദ്ദേഹം ഇവിടെ വാടകയ്ക്ക് 90 ലക്ഷം രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ എടുത്തിരിക്കുന്നത്, അതിൻ്റെ കൃത്യമായ ഉപയോഗത്തിന് പോലും ഉപയോഗിക്കാതെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം നടത്തിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഹെലികോപ്റ്റർ ഉണ്ടായിട്ടും 90 ലക്ഷം രൂപ മാസത്തിൽ ചെലവഴിച്ചിട്ടും മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നിരിക്കെ പിണറായി വിജയൻ്റെ യാത്രയ്ക്ക് വേണ്ടി മാത്രമാണോ ഈ 90 ലക്ഷം രൂപ? അതായത് അദ്ദേഹം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകണം. എന്നാൽ ഇത് ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളുടെ ഫണ്ടാണ്. അതുപയോഗിച്ച് എത്രയും വേഗം അവിടെ റെസ്ക്യൂ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ അത്തരം കാര്യത്തിന് പോലും ചെയ്യാത്ത പിണറായി വിജയൻ ഇന്നിപ്പോൾ ഓടിക്കലച്ച് വയനാട് മേപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. അതിന് കാരണം രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും വന്നാൽ അദ്ദേഹം ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പുളുവടിയൊന്നും ഇനി വിജയിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലെങ്കിലും പഴയ കോവിഡ് കാലത്ത് പിണറായി വിജയൻ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ച ജനങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ വാക്കുകളൊന്നും ആരും കേൾക്കാറില്ല, പുല്ല് വില പോലും കേൾപ്പിക്കാറില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ പോലും വെക്കരുത് എന്നുള്ളതാണ് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും പ്രത്യേകം താല്പര്യപ്പെട്ടിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് ഒരാളും വോട്ട് പിടിക്കാനും പോയിട്ടില്ല.
ഇപ്പോൾ അവിടെ ദുരന്ത നിവാരണ സ്ഥലത്ത് കരസൈന്യവും നാവികസേനയും NDRFും അടക്കമുള്ള കേന്ദ്ര ദുരന്ത നിവാരണ സംഘങ്ങളാണ് ഏറ്റവും ശക്തമായ രൂപത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരള പോലീസും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് സന്നദ്ധ സംഘടനകളെല്ലാം ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സന്നദ്ധ സംഘടനകൾ വഴി എത്തുന്നുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങൾ പറയുമ്പോഴത്തേക്കും സന്നദ്ധ സംഘടനകൾ എത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഏകദേശം 2000-ഓളം പേർ ഇപ്പോൾ ക്യാമ്പുകളിലുണ്ട്. 5000-ഓളം പേർ പല മേഖലകളിൽ നിന്നുള്ള ആളുകളെയാണ് രക്ഷപ്പെടുത്തിയത്. എന്നാൽ മുണ്ടക്കൈ മലയിൽ നിന്ന് ഇതുവരെ ആരെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അവരെല്ലാവരും മരിച്ചുപോയി എന്ന് വേണം കരുതാൻ. ഏകദേശം 1500-2000 ഇടയിലുള്ള ആളുകളാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. ഇതുവരെ ഏകദേശം 300-ഓളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. 300-ഓളം മൃതദേഹങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. മാത്രമല്ല മുണ്ടക്കൈ ഭാഗത്ത് മരിച്ച ആളുകളുടെ ബന്ധുക്കൾ പോലുമില്ല. അവരടക്കം 10, 16, 20 പേരാണ് ഒരുമിച്ച് മരിച്ച് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമങ്ങളെങ്കിലും പിണറായി വിജയൻ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ഇത് ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവും നോക്കി ഈ ദിവസത്തേക്ക് തന്നെ വരേണ്ട വല്ല ആവശ്യവും പിണറായി വിജയനുണ്ടോ? ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് നാളെ വരാം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ക്രൗഡുണ്ട്. അതിൻ്റെ ഇടയിൽ പിണറായി വിജയനും കൂടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. പിണറായി വിജയനും സൈന്യത്തെ പോയി കാണുകയും എല്ലാം ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ഇന്ന് വന്ന് കാണിക്കുന്ന ഈ പ്രഹസനമൊന്നും ഒരാവശ്യവുമില്ലാത്തതായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെയും പത്രക്കാരെ കടക്ക് പുറത്ത് എന്നുള്ള സമീപനമാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ശക്തമായ രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ സന്നദ്ധ സംഘടനകളും സൈനിക ശക്തിയും മറ്റു എല്ലാ മേഖലകളിലുള്ള ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകദേശം 10,500 പേർ മരിച്ചു എന്ന് വേണം നമ്മളിപ്പോഴും കണക്ക് കൂട്ടാൻ. കാരണം മുണ്ടക്കൈ മലയിലെ അത്രയും ആളുകൾ ഇതിനകം തന്നെ കാണാനില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആർക്കും അത് പറയാൻ ധൈര്യമില്ല. എത്രയും പേർ മരിച്ചു എന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. बारिश को भी अभी आना था यार, वेरी बैड। नीचे जा रहा है। Sir, did you get it? I need to go taxi. Gracias.